ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ രണ്ടും കൽപ്പിച്ച് തൻ്റെ ചേച്ചിയുടെ സത്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. അങ്ങനെ അശ്വിൻ മുമ്പിലും നമ്മുടെ അഞ്ജലി പുറകിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്, ചേച്ചി എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം പറയേണ്ടത് പറയാതെ എനിക്ക് സമാധാനമില്ല, എനിക്ക് എൻ്റെ ചേച്ചിയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. പക്ഷേ പുറകെ നിൽക്കുന്ന അഞ്ജലിക്ക് ചെറിയ തലകറക്കം വരുന്നുണ്ട് കേട്ടോ. അഞ്ജലി അപ്പം തന്നെ തലകറങ്ങി ബെഡിലേക്ക് വീഴുവാണ്. പക്ഷേ ബെഡിൽ വീണത് കൊണ്ട് തന്നെ അശ്വിൻ ആ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. തൻ്റെ ചേച്ചി പുറകിലിരുന്നിട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് അശ്വിൻ്റെ വിചാരം. അശ്വിൻ അങ്ങനെ പറയാണ്, ശ്യാം ഒരു ഫ്രോഡാണ്, ഇവിടുത്തെ ശ്രുതിയായിട്ട് അവനൊരു ചെറിയൊരു ബന്ധമുണ്ട് ചേച്ചി, ഞാനത് കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു എന്നിങ്ങനെ പറഞ്ഞിട്ട് അശ്വിൻ വളരെ വിഷമത്തോടു കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ അഞ്ജലിയുടെ ബോധം കെട്ട് കിടക്കുകയാണ് കാണുന്നത്. അപ്പം തന്നെ നമ്മുടെ അശ്വിൻ വിചാരിക്കും സത്യങ്ങളൊക്കെ കേട്ടിട്ടാണ് അഞ്ജലി ബോധം കെട്ട് വീണതെന്ന്. അശ്വിൻ അപ്പം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അഞ്ജലിയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. അഞ്ജലി പതുക്കെ കണ്ണ് തുറക്കേണ്ടത്. അശ്വിൻ പണ്ട് സോറി ചേച്ചി, ഞാൻ ആ സത്യങ്ങളൊക്കെ ചേച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ചേച്ചി ബോധം പോയതല്ലേ, സോറി ചേച്ചി, എന്നോട് ക്ഷമിക്ക് ചേച്ചി എന്നൊക്കെ പറയാണ്. കുഞ്ഞ, നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും കേട്ടില്ല. ചേച്ചിയൊന്നും കേട്ടില്ല? ഇല്ല, പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തല കറങ്ങി, അതുകൊണ്ടാന്ന് പറയാണ്. അപ്പോഴേക്കും രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഞ്ജലിക്കുഞ്ഞ് ഇതേ ഹോസ്പിറ്റലിൽ തന്ന സംഭവമാണെന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ മുത്തശ്ശിനെയൊക്കെ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട, ഞാൻ ഇത് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ശേഷം അഞ്ജലി അത് നോക്കി കഴിയുമ്പോഴേക്കും പൊട്ടി കരയും കേട്ടോ. അപ്പോൾ അശ്വിൻ ചോദിക്കണേ, എന്താ ചേച്ചി, എന്തിനാ ചേച്ചി കരയണേന്ന് ചോദിക്കുമ്പോൾ എന്താ എന്തെങ്കിലും പറ്റിയോ, അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടോ ചെക്കപ്പിൽ, എന്താ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. കുഞ്ഞ, അത് നീ ഒരു മാമനാവാൻ പോവാ എന്ന് പറയുമ്പോഴേക്കും അശ്വിനാകെ നെട്ടിപ്പോട്ടോ. ഇതെല്ലാം തന്നെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് ശ്യാം അങ്ങോട്ടേക്ക് വരുവാണ്. അതിനുശേഷം നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, എന്താണ്, ശ്യാമേട്ട ഒരുപാട് നാളത്തെ നമ്മുടെ ആഗ്രഹം നിറവേറാൻ പോവാ, ശ്യാമേട്ട ഒരു അച്ഛനാവാൻ പോവാന്ന് പറയാണ്. അങ്ങനെ ശ്യാമും അഞ്ജലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശേഷം അശ്വിനെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അന്ന് രാത്രി അശ്വിന് ഉറങ്ങാനേ പറ്റുന്നില്ല. അശ്വിൻ രാത്രി വണ്ടി എടുത്തിട്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. തൻ്റെ അമ്മയും അച്ഛനും മരിച്ച കാര്യം ആലോചിക്കുകയാണ്. അശ്വിൻ്റെ അമ്മ മരിക്കാൻ യഥാർത്ഥ കാരണം അശ്വിൻ്റെ അച്ഛനെ വേറൊരു ബന്ധം ഉണ്ടായിരുന്നു, അത് അമ്മ കണ്ടുപിടിച്ചു. അന്ന് അഞ്ജലിയുടെ നിശ്ചയം നടക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെയാണ് അമ്മ മുകളിലത്തെ നിരന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. അമ്മ ആത്മഹത്യ ചെയ്തത് കണ്ടിട്ട് അച്ഛൻ തൂങ്ങി മരിക്കുക, അങ്ങനെയാണ് ഇവർ മരിക്കണേ കേട്ടോ. അതുകൊണ്ട് അശ്വിനാകെ ഒരു പേടിയാണ്, അഞ്ജലിക്കും ആ ഒരു അവസ്ഥ വരുമോ എന്നുള്ള, തൻ്റെ അമ്മേനെ പോലത്തെ അവസ്ഥ വരുമോ എന്നുള്ള പേടി കൊണ്ടിട്ട് അശ്വിൻ പിന്നെ അത് പറയേണ്ടെന്ന് വയ്ക്കും. പിന്നീട് അശ്വിൻ തീരുമാനിക്കുകയാണ് ശ്രുതിനെ കല്യാണം കഴിക്കുക എന്നുള്ള തീരുമാനം. അങ്ങനെ ശ്രുതിനെ വിളിച്ചിറക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിട്ട് കല്യാണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും എല്ലാവരും ആകെ ഞെട്ടിപ്പോകുക കേട്ടോ. എന്തായാലും അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ ആട്ടോ പറഞ്ഞത്. ഒറിജിനൽ പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല, ഇത് ഹിന്ദിയിലെ പ്രൊമോ ആണ്. ബൈ ബൈ, നാളെ കാണാം.